വെൽക്കം ടു മൂവി ബ്രാൻഡ്. തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയാണ് വിജയ്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ നിന്നും കളിയാക്കലുകളിൽ നിന്നുമെല്ലാം ഉയർന്നു നിന്ന് തമിഴ് സിനിമയുടെ മുഖമായി ആരാധകരുടെ നെഞ്ചിൽ ഇരിപ്പിടമുറപ്പിച്ച വിജയ് തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. താരത്തിന്റെ ഓരോ സിനിമ റിലീസും ആരാധകർക്ക് ആഘോഷമാണ്. അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിൽ വരെ വിജയ്ക്ക് ആരാധകർ ഏറെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ 50ാം പിറന്നാൾ. കെങ്കേമമായി വിജയുടെ പിറന്നാൾ ആഘോഷിക്കാറുണ്ടായിരുന്നു ആരാധകർ. എന്നാൽ ഇത്തവണ പിറന്നാൾ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തം സംഭവിച്ചതിന്റെ പേരിലാണ് വിജയ് പിറന്നാൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ച് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആരാധകരോട് ആവശ്യപ്പെട്ടത്. എന്നിരുന്നാലും അങ്ങിങ്ങായി അർദ്ധരാത്രി 12 മണി മുതൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പുറമെ ആഘോഷങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ആയിരുന്നു ഇത്തവണത്തെ ആഘോഷങ്ങളിൽ കൂടുതൽ. തങ്ങളുടെ പ്രിയപ്പെട്ട ദളപതിക്ക് പിറന്നാൾ ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത്. സഹപ്രവർത്തകരും ആരാധകരും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയത്. അതിൽ ഒരു ദിവസം വൈകിയെത്തിയ പിറന്നാൾ ആശംസകളാണ് ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുന്നത്. നടി തൃഷയാണ് ലേറ്റ് ബർത്ത്ഡേ പോസ്റ്റുമായി എത്തിയത്. വിജയ്ക്കൊപ്പമുള്ള മിറർ സെൽഫിക്കൊപ്പമായിരുന്നു നടിയുടെ ആശംസ. ശാന്തത ഒരു കൊടുങ്കാറ്റിലേക്ക്, കൊടുങ്കാറ്റ് ശാന്തതയിലേക്ക്, ഇനിയും ഒരുപാട് നാഴികക്കല്ലുകൾ സൃഷ്ടിക്കാനുണ്ട് എന്ന് അടിക്കുറിപ്പിൽ കേക്കിന്റെ ഇമോജിക്കൊപ്പമായിരുന്നു താരത്തിന്റെ പോസ്റ്റ്. ലിഫ്റ്റിൽ നിന്നുള്ള സെൽഫിയാണ് തൃഷ പങ്കുവച്ചത്. ഫുൾ ബ്ലാക്കിലാണ് ചിത്രത്തിൽ വിജയെ കാണുന്നത്. പ്രിന്റഡ് ഡ്രസ്സാണ് തൃഷയുടെ വേഷം. ഈ ചിത്രം പുറത്തു വന്നതോടെ വീണ്ടും ഗോസിപ്പ് കോളങ്ങളിൽ വിജയുടെയും തൃഷയുടെയും പേര് ഉയർന്നു വരികയാണ്. ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പ്രചരിപ്പിച്ചിരുന്നു. വിജയുടെ വീട്ടിലെ പാർട്ടിയിൽ തൃഷ സ്ഥിര സാന്നിധ്യമാണെന്നും മദ്യപിച്ച് ലെക്കുകെട്ട് തൃഷയെ കണ്ട് വിജയുടെ ഭാര്യ സംഗീത വഴക്കുണ്ടാക്കിയെന്നെല്ലാം വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഈ ചിത്രം കൂടി കണ്ടതോടെ ഒരുമിച്ചാണെന്നത് തൃഷ പറയാതെ പറയാനാണ് പിറന്നാൾ ആശംസയുമായി എത്തിയതെന്നാണ് ആരാധകരിൽ ഒരാൾ കുറിച്ചത്. മാരീഡ് മാൻ എന്തിന് ഡേറ്റിന് പോയി, വിജയെ വിവാഹം കഴിച്ചൂടെ, സംഗീത പിണങ്ങിപ്പോയി എന്നത് സത്യമാണല്ലേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇരുവരും ഡേറ്റിങ്ങിനോ ഷോപ്പിങ്ങിനോ പോയപ്പോൾ ലിഫ്റ്റിൽ വെച്ച് പകർത്തിയതാകാം തൃഷ പങ്കിട്ട ചിത്രമെന്നും ആരാധകർ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാര്യ സംഗീത വിജയിൽ നിന്നും അകന്നു കഴിയുകയാണെന്നാണ് പ്രചാരണം. ഇരുവരും കഴിഞ്ഞ കുറച്ച് നാളുകളായി എവിടെയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അടുത്തിടെ സംവിധായകൻ ശങ്കറിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സംഗീത എത്തിയിരുന്നു. എന്നാൽ ഒപ്പം വിജയ് ഉണ്ടായിരുന്നില്ല. മകൻ സഞ്ജയ്ക്കൊപ്പമാണ് സംഗീത എത്തിയത്. സംഗീത മകൾക്കൊപ്പം ലണ്ടനിലാണെന്നും അതിനാലാണ് വിജയ്ക്കൊപ്പം എവിടെയും എത്താത്തത് എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ തന്റെ സിനിമയുടെ ചിത്രീകരണ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന പതിവ് വിജയും തെറ്റിച്ചതോടെ സോഷ്യൽ മീഡിയയിലെ കഥകൾ പല വഴിക്കായിരിക്കുകയാണ്. അതേസമയം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് വിജയ് നായകനായി പുറത്തെത്താനിരിക്കുന്ന ചിത്രം. സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമയാണ് ഗോഡ് തിയേറ്ററുകളിൽ എത്തുന്നത്. സെപ്റ്റംബർ 5-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തും. ഇരട്ട വേഷത്തിലാണ് വിജയ് എത്തുകയെന്നാണ് വിവരം. ലോകേഷ് കനകരാജിന്റെ ലിയോയാണ് വിജയുടേതായി അവസാനം പുറത്തെത്തിയ ചിത്രം. തൃഷയായിരുന്നു നായിക.